വെൽക്കം ടു റസിയാസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കൊടിത്തൂവ തോരനാണ്. കൊടിത്തൂവ അതുപോലെ തന്നെ ചൊറിയണം എന്നൊക്കെ പറയുന്ന ചെടിയുടെ ഇലയാണ്. അപ്പോൾ അത് ഞാനൊരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ഇല പൊട്ടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, കൈക്ക് ചൊറിച്ചിലുണ്ടാവും. അപ്പോൾ ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കൊടിത്തൂവ കറി. അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 10 ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത്, ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതിലേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി ലൈറ്റ് ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കൊടിത്തുവ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒരു വിധം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം. അത് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇല അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വളരെ ഹെൽത്തിയും എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. ഇനി നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കണേ. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിലൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി ഇല വേവുന്ന നേരം കൊണ്ട് നമുക്ക് അതിലേക്ക് തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം. ഞാൻ ഇവിടെ 1 കപ്പ് തേങ്ങയും 2 ചീനമുളകും 1/4 ടീസ്പൂൺ കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. അപ്പോൾ നമ്മൾ ഇല ഒരുവിധം വെന്തിട്ടുണ്ട്. ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇലയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ അതിലിട്ട് കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഇതുപോലെ ഹെൽത്തി ഡിഷസ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് വെറൈറ്റീസ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ തോരൻ സെർവ് ചെയ്തിട്ടുള്ളത് തവിട് കളയാത്ത അരിയോടെ ഉണ്ടാക്കിയ കഞ്ഞിൻ്റെ കൂടെയാണ്. അതിൽ തേങ്ങ ഇട്ടിട്ടാണ് ഞാൻ സെർവ് ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് ഈ കഞ്ഞിൻ്റെ കൂടെ ഈ തോരൻ കഴിക്കാൻ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.